വിവാദമായ വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ സംശയമുനയിലാക്കി പ്രതിപക്ഷം. തുറമുഖ, ധന, നിയമ, പൊതുഭരണ വകുപ്പുകൾ മുഖ്യമന്ത്രിയുടെ കീഴിലായത് ദുരൂഹമെന്നാണ് ആരോപണം. കരാർ ലംഘനമുണ്ടായിട്ടും നിയമ നടപടി സ്വീകരിക്കാത്തത് സംശയകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ധനവും നിയമവും തുറമുഖവും പൊതുഭരണവും മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് വരുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിലും ഒപ്പം വിഴിഞ്ഞത്തിലും വൻ വിവാദം സർക്കാരിനെതിരെ ഉയരുമ്പോൾ പ്രതിപക്ഷം ഇതുവെച്ച് ആയുധത്തിന് മൂർച്ച കൂട്ടിക്കഴിഞ്ഞു. പോർട്ടും നിയമവും ധനകാര്യവും എല്ലാം മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യും. അപ്പോ എങ്ങനെയാണ് ഈ അദാനി ഗ്രൂപ്പിന് സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കാതെ തന്നെ ഇതിന് ഇത്തരമൊരു നീക്കം നടത്താനുള്ള ധൈര്യം ലഭിച്ചത്? തുറമുഖ സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയും ഇപ്പോൾ രത്തൻ ഖേൽക്കറാണ്. ഇതിലും പ്രതിപക്ഷം ദുരൂഹത സംശയിക്കുന്നു. രത്തൻ ഖേൽക്കർക്ക് ഇതിന്റെ വിഷയങ്ങളെല്ലാം അറിയാം. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ കാലകൂട്ടി നല്ല പ്ലാനിങ്ങോട് കൂടി വകുപ്പ് ഏറ്റെടുത്ത് അവരുമായി നടത്തിയിരുന്ന ആശയവിനിമയങ്ങളുടെ എല്ലാം ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ടാണ് ഈ നിലയിലുള്ള കരാർ നടന്നിരിക്കുന്നത്. ഇതിന്റെ പിന്നെ ദുരൂഹതയുണ്ട്, ഇതിലൊരു അന്തർനാടകമുണ്ട്. ധനവകുപ്പും നിയമവകുപ്പും പൊതുഭരണ വകുപ്പും കൂടി കയ്യിലുള്ളത് തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വി.ഡി. സതീശന് എല്ലാം രഹസ്യമാക്കി വെക്കാൻ സൗകര്യമാകുന്നു എന്ന ഗുരുതര ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.